കാണാം. ആകാശം സൃഷ്ടിച്ചതാരാ? വേറെ ചോദ്യമൊന്നും ഞാൻ ഒരു ദൈവത്തെയും നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ നിങ്ങളോട് ഞാൻ ചോദിക്കാം, ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്? ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ഇത് വല്ലാത്ത ഒരു തത്വമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരെയാണ് പ്രിയപ്പെട്ടവരെ ആരാധിക്കേണ്ടത്? ആരാധനക്കർഹനായി ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത്. ഈ പോയിന്റിൽ നമ്മളൊക്കെ യോജിക്കുന്നു. ആരാധന ആർക്കാണ്? ആരാധനക്കാരാണോ അർഹൻ അയാൾ. വ്യാജനായ ഒരു ഡോക്ടറെ നമ്മൾ അംഗീകരിക്കുക. ഒറിജിനലായ ഒരു ഡോക്ടറെ 500-ലധികം വ്യാജ ഡോക്ടർമാരുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. എല്ലാ രംഗത്തും വ്യാജന്മാരുണ്ട്. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. സാക്ഷാൽ ഈശ്വരൻ ആരാ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സകല 714 കോടി മനുഷ്യരുണ്ട് ഈ ലോകത്ത്. 714 കോടി മനുഷ്യർ. ഈ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ ആരാ? വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിനെ പ്രദാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയും. കാരണം ഖുർആനിൽ 20-ലധികം സ്ഥലത്ത് മനുഷ്യരെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹന്നാസ്. അല്ലയോ മുസ്ലിങ്ങളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ അറബികളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ ഇന്ത്യക്കാരെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ മനുഷ്യരെ. കണ്ടോ, രാജ്യവും ലോകവും അതിർവരമ്പുകളും ഭാഷയും ഗോത്രങ്ങളും കടന്നുള്ള വല്ലാത്തൊരു വിളി. അല്ലയോ പാശ്ചാത്യരെ എന്നല്ല. അല്ലയോ അറബികളെ എന്ന് പറഞ്ഞാൽ അത് സങ്കുചിതമാണ്, വർഗീയതയെ. അല്ലയോ ഹൈന്ദവരെ എന്ന് പറഞ്ഞാൽ വർഗീയതയെ. അല്ലയോ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വർഗീയതയെ. മറിച്ച് വിശുദ്ധ ഖുർആനിൽ ദൈവം മനുഷ്യരെ വിളിക്കുന്നത് അല്ലയോ മനുഷ്യരെ. കണ്ടോ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ്. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻമുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ് നമ്മളൊക്കെ. നമ്മൾ എങ്ങനെ ജനിച്ചുപോയി? എന്നും മതസൗഹാർദ്ദം പ്രസംഗിച്ച് പിരിയാനാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ചൊരേ ദൈവത്തെ ആരാധിക്കാൻ തമ്മിൽ തല്ലുകൂടാത്തൊരവസ്ഥ ഇവിടെ എങ്ങനെ ഉണ്ടാവും? അടിസ്ഥാനപരമായ ഐക്യട്ടോ, വാക്കിലും എഴുത്തിലും മാത്രമുള്ള താൽക്കാലികമായ ഐക്യമല്ല, നാവിലും പേനത്തുമ്പിലും മാത്രമുള്ള ഐക്യമല്ല, ഹൃദയത്തിൽ നിന്ന് തുറന്ന് ഇതെന്റെ സഹോദരനാണ്, ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരു ദൈവത്തിന്റെ അടിമകളാണ്, ഒരേ വായു ശ്വസിച്ച്, ഒരേ വെള്ളം കുടിച്ച്, ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന ബോധത്തിലേക്ക് മതം മനുഷ്യനെ കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 13-ാമത്തെ വചനം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വകബഈല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളുടെ ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെ തിരിച്ചിട്ടുള്ളത് എന്തിനാണ്? ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. വ്യത്യസ്ത ഗോത്രങ്ങൾ അഡ്രസ് അയച്ചാൽ രാമന്റെ വിലാസത്തിൽ ഇന്ന സ്ഥലം എന്ന് അയച്ചാൽ അയാൾക്ക് കത്ത് കിട്ടണം. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആരാ ഉത്തമൻ? വല്ലാത്തൊരു പോയിന്റ് ആട്ടോ വേദഗ്രന്ഥം പറയും. ദൈവസന്നിധിയിൽ വെളുത്തവൻ, കറുത്തവൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അങ്ങനെ അറേബ്യക്കാരൻ, പണക്കാരൻ, പണിക്കാരൻ, കറുത്തവൻ, വെളുത്തവൻ ഇല്ല. ദൈവസന്നിധിയിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ദൈവത്തെ ഭയപ്പെട്ട് ഭക്തി നിർഭരമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ദുരവസ്ഥ കുമാരനാശാന മറന്നിട്ടില്ലേ നമ്മൾ കേരളീയർ? നേരത്തെ ഇവിടെ ഫാദർ ഉദ്ധരിച്ച ഒരു ഭാഗം, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാം. എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് ധായേ എന്ന് ബി.ആർ. അംബേദ്കറിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് രേഖപ്പെടുത്തുന്ന പിന്നെ അയ്യപ്പന്റെയും അതുപോലെ ഒരുപാട് കവികളുടെയും ജാതീയത ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്നു. ഈ സ്ഥിതിവിശേഷങ്ങളുടെ ഒക്കെ നടുവിൽ വാക്ക് ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥമാണ്. 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ വ്യഭിചരിച്ചിട്ടല്ല, നാട്ടു നടപ്പ് ധരിച്ചിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയ കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ. മനസ്സിലായില്ലേ? അത്തരമൊരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ദൈവം മനുഷ്യരെ വിളിക്കാൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളൊക്കെ. കണ്ടോ, ഞാനും നിങ്ങളൊക്കെ സഹോദരങ്ങളാണ്. നമ്മളെല്ലാം ഇപ്പൊ നോക്കുക, എന്റെ മൂക്കിലൂടെ പോകുന്ന ശ്വാസവായു ശ്വാസവായുവായി നിങ്ങൾ സ്വീകരിക്കുന്നു. എന്തൊരു അനുഗ്രഹമാണ്! ഒരേ സൂര്യൻ, ഒരേ ചന്ദ്രൻ, ഒരേ ഭൂമി, ഒരേ ദൈവം. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കിടയിൽ ബാബരി മസ്ജിദ് ഇഷ്യൂ ഇല്ല, വർഗീയതയില്ല, കുരിശു പ്രശ്നങ്ങളില്ല, ദേവീ ദേവ സങ്കല്പങ്ങളില്ല, ഒന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ,
അതിന് നമ്മൾ മനോഹരമായി മനസ്സിലാക്കേണ്ട വേദത്തിലെ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ വേദങ്ങളും മനുഷ്യരോട് പറഞ്ഞത് നിങ്ങളൊക്കെ വേറെ വേറെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വേറെ വേറെ ആരാധനാലയമായി പോയിക്കൊള്ളൂ എന്നല്ല. അത് നിലനിന്നോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാനപരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ്. ലോകത്ത് എവിടെ നോക്കിയാലും മതസ്വാതന്ത്ര്യം ആ നിലക്കുണ്ട്. മതമറിയാത്തവർ മതസമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കാലവും നിങ്ങൾ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഈ സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് മാത്രമായി എന്റെ വകയായി ഒന്നും പറയാതെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചിരുന്നു. ഞാൻ പറയുന്നത് നമുക്ക് ഒന്നാകണം, കലാപങ്ങളില്ലാതാകണം, അനവധി സ്ത്രീകളുടെ ദീനരോധനങ്ങളില്ലാത്തൊരു നാട് വേണം, പാവപ്പെട്ട കുട്ടികൾ അനാഥരാകുന്ന അവസ്ഥകളില്ലാതാകണം, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലുന്ന അവസ്ഥകളില്ലാതാകണം. ഹൃദയത്തെ തട്ടി പറയാൻ ഉള്ളും പുറവും, ഉള്ളിൽ വേറൊന്നും പുറത്തു വേറൊന്നും ശീലിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറയാൻ, നിങ്ങളോട് മുഴുവനും പറയാൻ, ഒറ്റ ദൈവം എന്ന മഹത്തായ ഒരു സങ്കല്പമുണ്ട്. സൂര്യനെ നമുക്ക് സൃഷ്ടിച്ചു തന്നത് ഒറ്റ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് വിശദീകരിച്ചു തരാം. നരവംശ ശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയിൽ മനുഷ്യർ വന്നിട്ട് എത്ര കാലം നിങ്ങളൊന്ന് പരിശോധിക്കും. വളരെ ലളിതമായ ഒരു പഠനം. മതം ഗൗരവമായി പഠിക്കണം എന്ന സ്വാമിജിയുടെ വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതുപോലെ ക്ഷേത്രങ്ങളില്ല, പള്ളികളില്ല, കാബയില്ല, ഇല്ല, മധുരൈ മീനാക്ഷി ക്ഷേത്രമില്ല, ഗുരുവായൂരപ്പനില്ല, ഒന്നുമില്ല, ശബരിമല ശാസ്താവില്ല, വേളാങ്കണ്ണി മാതാവില്ല, ഒന്നുമില്ല. അപ്പൊ മനുഷ്യനില്ലാത്ത ഒരു കാലത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ആകാശമില്ലേ? ഭാസ്കരേട്ട ഇല്ലേ? ദേവ ഇല്ലേ? മനുഷ്യനില്ലാത്ത കാലത്ത് ആകാശവും ഭൂമിയും സാഗരങ്ങളും ഇല്ലേ? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. ഉണ്ട് എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, അതാര് സൃഷ്ടിച്ചു? മുഹമ്മദ് നബി ഇല്ലാത്ത കാലത്ത്, ശ്രീരാമനില്ലാത്ത കാലത്ത്, ശ്രീകൃഷ്ണനില്ലാത്ത കാലത്ത്, അമ്മയും ദേവിയും സ്വാമിയും രവിശങ്കറും ഒന്നുമില്ലാത്ത കാലത്ത്, സ്വാമിജിയും ഞാനും ഒന്നുമില്ലാത്ത കാലത്ത്, മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ആര്? അന്നുമുണ്ടല്ലോ സൂര്യൻ, അന്നുമുണ്ടല്ലോ ചന്ദ്രൻ, അന്നുമുണ്ടല്ലോ ആകാശം, അന്നുമുണ്ടല്ലോ. അല്ലേ? നിങ്ങൾക്കറിയില്ലേ ശ്രീരാമൻ ജനിക്കുന്ന അവസ്ഥാവിശേഷത്തെ കുറിച്ച്? ദശരഥ മഹാരാജാവ് പുത്രകാമേട്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ അവരൊക്കെ ഇവിടെയുണ്ട്, ആകാശവും ഭൂമിയുമുണ്ട്. അല്ലെ? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോ 7 മക്കളെ ദേവകി ഇവിടെ പ്രസവിച്ചു ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിന്റെ മാതാവ് കന്യാമറിയം യേശുക്രിസ്തുവിന് ജന്മം നൽകി. ആമിന അബ്ദുള്ളയുടെ ദമ്പതികളായി മുഹമ്മദ് ജനിച്ചു. എല്ലാം ഈ ഭൂമിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ? ഇവരൊക്കെ ജനിച്ചപ്പോ ഭൂമി ഇവിടെയുണ്ട്. എങ്കിൽ ഇസ്ലാം മനുഷ്യരോട് ചോദിക്കാൻ, ലോകത്തിലെ എല്ലാ വേദങ്ങളും ചോദിച്ചു ആ ചോദ്യം, മനുഷ്യരെ ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആര്? അവനാണ് സാക്ഷാൽ ഈശ്വരൻ. അവനെ ആരാധിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഒറ്റ കാര്യം, ബല ഈ ഭൂമി നമുക്ക് സംവിധാനിച്ച ദൈവം സാക്ഷാൽ ഈശ്വരൻ. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം. വചനത്തിന്റെ അർത്ഥം എന്താണ്? അല്ലയോ മനുഷ്യരെ. കണ്ടോ, നമ്മളൊക്കെ പെട്ടു. സ്വാമിജി വന്നു, അച്ഛൻ വന്നു, ഇവിടെ എല്ലാവരും, MLA വന്നു, പഞ്ചായത്ത് നേതൃത്വത്തിലുള്ളവർ വന്നു, എല്ലാവരും, ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും, നാളെ ഇത് കേൾക്കാൻ പോകുന്നവരും, അവരെല്ലാം വന്നു. ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, സ്വാമിജിക്ക് അഭിപ്രായമില്ല ശ്രീനാരായണ ഗുരുവാണ് സ്വാമിജിയെ സൃഷ്ടിച്ചതെന്ന്? ഇല്ല. യേശുക്രിസ്തുവാണെന്ന് ഒരൊറ്റ ഹിന്ദു ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് സ്വാമിമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാമിമാരുടെ കൂടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്വാമിജിയും ഇന്ന് വരെ ശ്രീരാമനാണ്, ശ്രീകൃഷ്ണനാണ് എന്നെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല. യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ചെന്ന് ഫാദറും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും പറയില്ല. മുഹമ്മദ് നബിയാണ് തന്നെ സൃഷ്ടിച്ചതെന്നൊരു മുസ്ലിം പറയില്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബിയെയും ശ്രീരാമനെയും യേശുക്രിസ്തുവിനെയും നമ്മൾ ആരാധിക്കുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ കണ്ടെത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് വായു നൽകിയ, നിങ്ങൾ നോക്ക്, മാതാമൃതാനന്ദമേ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, പുട്ടപ്പുറത്തി പോയിട്ടുണ്ട്, രവിശങ്കർ പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്താ അറിയോ? എന്നെ പോലെ വായു ശ്വസിക്കുന്നു. രവിശങ്കർ കോഴിക്കോട് വന്നു. ഞാൻ ആദ്യമായി അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്റെ ഒരു സുഹൃത്താണ്. ഞാൻ ചോദിച്ചു, രവിശങ്കറിന് രാവിലെ എന്തായിരുന്നു ഭക്ഷണം? അപ്പൊ ആ ഭക്ഷണം അദ്ദേഹം വിശദീകരിച്ചു. ഉച്ചക്ക് എന്തായിരുന്നു? വിശദീകരിച്ചു. നമ്മളെപ്പോലെ ഭക്ഷണം ആവശ്യമുള്ള, വിശപ്പുള്ള, ക്ഷീണമുള്ള, തളർച്ചയുള്ള ആളുകളെ ദൈവമായി ആരാധിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാ സമൂഹത്തിലുണ്ട്. സാക്ഷാൽ മതം ഇത് പഠിപ്പിച്ചില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ.
നിങ്ങൾ എന്നോട് സങ്കടമൊന്നും തോന്നരുത്. ഇത് നിങ്ങളെ പറഞ്ഞറിയിക്കൽ എന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ നിങ്ങളെ ഇത് എത്തിക്കാൻ. ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഞാൻ വാളെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു മതമല്ലേ ഇത്.